നമ്മുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ നിസ്സഹായാവസ്ഥ എന്താണോ അതിനെ ചൂഷണം ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരിയല്ല, ബന്ധം പറഞ്ഞ എൻ്റെ അനിയത്തിയായിട്ട് വരും. അപ്പോൾ അവളും കുഞ്ഞും ഹസ്ബൻഡും കൂടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവൻ ഗൾഫിലാണെങ്കിലും മാസം അയക്കുന്ന കാശ് വീട്ടു ചിലവിനായിട്ട് തികയാതെ വരും. അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന് കയറുമ്പോൾ, അതായത് ഒരു കല്യാണമോ പാലുകാച്ചോ മരണമോ അങ്ങനെ എന്തെങ്കിലും അഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ കാശ് തികയാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ അവളും കടം മേടിക്കും. കടം മേടിച്ചിട്ട് അടുത്ത മാസം പൈസ അയക്കുമ്പം ഈ മേടിച്ച പൈസ കടം വീട്ടും. അങ്ങനെയൊക്കെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവൾക്ക് 2 ദിവസം മുമ്പ് കണ്ട ഒരു 10,000 രൂപയുടെ ആവശ്യം വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിലൊരു പകൽമാന്യനായ ഒരു വ്യക്തിയുടെ മുന്നിൽ അവളൊരു 10,000 രൂപ പലിശയ്ക്ക് ചോദിച്ചു. അയാൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ചോദിച്ചപ്പോൾ അയാൾ എടുത്ത വായിലെ ചോദിച്ചത് അഡ്ജസ്റ്റ് ചെയ്യുമോ. അഡ്ജസ്റ്റ് ചെയ്യാമോ? അവൻ നോക്കിയപ്പം ഹസ്ബൻഡില്ല, അവളും കുഞ്ഞും ഒറ്റയ്ക്കേ ഉള്ളൂ. മനസ്സിലായോ? മനുഷ്യൻ്റെ മൈൻഡുള്ളത് അങ്ങനെയാണ്. നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ ഒരു 90% ആൾക്കാരും. ഭർത്താവ് ഗൾഫിലായിരിക്കുന്ന സ്ത്രീകൾ, ഭർത്താവ് മരിച്ച സ്ത്രീകൾ, ഭർത്താവുമായിട്ട് ബന്ധം വേർപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകൾ, കുടുംബകലഹങ്ങളുണ്ടല്ലോ, വീട്ടിൽ എന്തെങ്കിലും ഒരു അടി വഴക്കൊക്കെ ഉണ്ടായിരിക്കുന്ന വീടുകളിലെ സ്ത്രീകളെ, ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെയാണ് ഇവന്മാരെ ടാർഗറ്റ് ചെയ്യുന്നത്. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരാണ് ഹണി ട്രാപ്പിൽ പോയി പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ വ്യക്തി സമൂഹത്തിൽ ഒരു മാന്യനാണ്. സ്വന്തമായിട്ടൊരു കടയുണ്ട്. അവിടെയുള്ള സ്കൂൾ കുട്ടികളെല്ലാം അവൻ്റെ കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുകയും ഓടിപ്പോയൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യും. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ളവന്മാരൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇങ്ങനെയുള്ളൊരു മൈൻഡുള്ളവനെ നമ്മുടെ മക്കൾ കടയിലോട്ട് പോയി സാധനങ്ങൾ മേടിക്കുകയും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഉപദ്രവിക്കത്തില്ല എന്ന് എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ ഇവന് മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ എനിക്കറിയുന്നൊരു വ്യക്തിയാണ്. ഞാൻ എന്തായാലും ഉടനെ തന്നെ നാട്ടിൽ പോകുന്നുണ്ട്. ദിവസം നേരിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവൻ എന്ത് മറുപടി കൊടുക്കണമെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെ പ്രതികരിക്കണമെന്നും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം.